നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ എനിക്ക് വേണ്ടടി. താലി കെട്ടുകയാണെങ്കിൽ അത് നിന്നെ മാത്രമാണെന്ന് പറഞ്ഞേ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടല്ലെന്ന് നിനക്കറിയാലോ. എന്റെ അച്ഛന്റെ മരണത്തിന്റെ കണക്ക് പറയണമായിരുന്നു എനിക്ക് നിന്നെ കൊണ്ട്. ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പടക്കുതിരയെ പോലെ കുതിച്ചു പാഞ്ഞ നിന്നെ താലിച്ചിറടുന്ന കടിഞ്ഞാണിൽ കുടുക്കി ഇവിടെ പിടിച്ച് കെട്ടണമായിരുന്നു. പിന്നാലെ വന്ന എന്നെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ നീ വിനീത വിധേയായി സർവം സമർപ്പിക്കാൻ നിയുക്തയായി നിൽക്കുമ്പോ നിന്റെ മുഖത്ത് നോക്കി എനിക്കിത് പറയണമായിരുന്നു. നിന്നെ എനിക്ക് വേണ്ട. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷന് പറയാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണിതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി. പക്ഷേ ഇപ്പോ ഈ നിമിഷം നിന്റെ കണ്ണുകളിൽ അറിയാതെയാണെങ്കിലും പൊടിഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് മതി സുസ്മിതേ എന്റെ അച്ഛന്റെ ആത്മാവെനിക്ക് മാപ്പ് നൽകാൻ. നിന്നെ പ്രേമിച്ചതിന്റെ പിഴ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഒടുക്കി സുസ്മിതേ. എന്നെ സംബന്ധിച്ച് നിനക്കുള്ള ശിക്ഷയും പൂർത്തിയായി. ഒരു യക്ഷയോ ദുർമന്ത്രവാദിനിയോ കല്യാണം കഴിക്കുന്നതിന് തുല്യമാ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതെന്ന് നിന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നീയുമായി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ കൊതിച്ചിരിക്കുകയാണ് ഞാനെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. താലി കെട്ടുന്നതും ഭാര്യയാവുന്നതും രണ്ടും രണ്ടാ സുസ്മിതേ. ഒരു പുരുഷന്റെ മുന്നിൽ താലിക്ക് വേണ്ടി തല കുനിച്ചു കൊടുക്കാൻ ഏത് സ്ത്രീക്ക് സാധിക്കും. പക്ഷേ ഒരു ഭാര്യയാകാൻ സമർപ്പണവും സ്നേഹവും ത്യാഗവും എല്ലാം ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്ത്രീയായി നീ മാറി കഴിയുമ്പോ നമുക്ക് ആലോചിക്കാം ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ച്. രോഹിത്തിന്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കാന്നല്ലാതെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്കില്ലാന്നർത്ഥം. കിടന്നോ? ഇവിടെയല്ല, ദാ അവിടെ. മാറിക്കിടക്കുക എന്നുള്ളത് നിന്റെ തീരുമാനം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാഘവേട്ടൻ കിടക്കുന്നില്ലേ? രാഘവേട്ടനോട് ചോദിച്ചത്. നീ കിടന്നോ ഭാമേ? മറ്റുള്ളവരുടെ കാര്യം നീ എന്തിനാ തിരക്കുന്നത്? എല്ലാവരും നിന്റെ ഇഷ്ടത്തിനൊത്ത ആടേണ്ട മരപ്പാവകൾ മാത്രം. മകനും മകളും എല്ലാം. ഇത്രയ്ക്ക് ഭംഗിയായിട്ട് എന്നെ വിഡ്ഢിയാക്കിയിട്ട് രാഘവേട്ടൻ തന്നെ ഇതെന്നോട് പറയണം. സത്യം പറഞ്ഞ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കേണ്ടിയിരുന്നത് പ്രീതിയായിരുന്നില്ല.
ഇത്രയും നാൾ എന്റെ കൂടെ ജീവിച്ചിട്ടും എന്നോട് കള്ളം കാണിച്ച എന്റെ ഭർത്താവിനെയാ. എന്നാ പുറത്താക്കടി, എന്നെ അടിച്ച് പുറത്താക്ക്. രാഘവേട്ടൻ, ഞാൻ ഇതും കൂടി കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ. ന്യായമല്ലെന്ന് അറിഞ്ഞിട്ടും നിന്റെ പിടിവാശികൾക്കും ഭ്രാന്തികൾക്കും കൂട്ടുന്നതിന്റെ ശിക്ഷയായത്. അമ്മ എന്തു പറഞ്ഞാലും അതിനൊപ്പം അവിടുന്ന് പാപം മാത്രമാ. മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഈ രാഘവൻ നായർ എല്ലാം സഹിച്ചു, എല്ലാം ക്ഷമിച്ചു, മക്കളുടെ അടുത്തിലായിട്ട് കൈമുട്ടു. എന്നിട്ടൊടുവിൽ എനിക്ക് കിട്ടിയ പ്രതിഫലം കൊള്ളാം. രാഘവേട്ടൻ, എന്റെ ഒരു നാവ് പിഴവുണ്ട്. നീ മിണ്ടിപ്പോകരുത്. വീൽ ചെയറിലേക്ക് വീണുപോയതുകൊണ്ടേ ഒരു പഴംതുണി നായിപ്പോട്ടില്ല രാഘവൻ നായർ. ആണത്തം കാട്ടുന്നില്ലെന്ന് പലരും പരിഹസിക്കുമ്പോഴും അതെന്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പലപ്പോഴും മനസ്സുകൊണ്ട് സ്വയം ന്യായീകരിച്ചിരുന്നവരാ ഞാൻ. നീ അങ്ങനെ ഒരു പരിഗണന തരാത്ത സ്ഥിതിക്ക് ഇനിയത് വേണ്ട, ഇനിയതില്ല. അതെ, സത്യഭാമയുടെ കാൽച്ചുവട്ടിൽ ഒരു വാലാട്ടിപ്പട്ടയെ കിടക്കാനേ ഇനി രാഘവൻ നായരെ കിട്ടത്തില്ല. രാഘവേട്ടൻ, ഈ ഒരു രാത്രി മാത്രം മതി ഭാമേ. നാളെ മുതല് രാഘവൻ നായർ നേരിട്ട് ഇറങ്ങാൻ പോവുക കളത്തിലേക്ക്. എല്ലാം ഞാൻ നേരെയാക്കി കാട്ടിത്തരാം, എല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചിതറിത്തെറിച്ചാലും ആ ചോരയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എത്ര വനദുർഗമാർ യുദ്ധം ചെയ്താലും അവസാനിപ്പിക്കാൻ പറ്റാത്ത മട്ടിൽ. നിരാശ നമ്മളെ വല്ലാതെ തളർത്തി കളയും ജഗൻ. നമുക്ക് ഉറച്ച കാൽവയ്പുകളോടെ മുന്നോട്ട് പോവാം. ഒരവസരം നമുക്കും വരും അവളെ വീഴ്ത്താൻ. ആ കറമ്പിപ്പെണ്ണ് ശ്യാമയായിരുന്നു നമ്മൾ വസുന്ധരയ്ക്കെതിരെ അയച്ച മാരകായുധം. ഹൃദയത്തിന് മാരകമായ മുറിവേറ്റ് വസുന്ധരയും ആ കുടുംബവും തകരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് അടിപടലം തെറ്റി. അവളവിടെ ചെന്നതിന് ശേഷം അവർക്ക് വെച്ചടി കയറ്റമാണ്. ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നല്ല ലാഭത്തിൽ മുന്നോട്ടു പോകുന്നു. കുടുംബത്തിലാണെങ്കിൽ നല്ല സമാധാനവും. അവൾ അവിടുത്തെ ഐശ്വര്യലക്ഷ്മിയോ മഹാലക്ഷ്മിയോ ഒക്കെയായി മാറിയിരിക്കുക. അതെ, ദേ ഇപ്പൊ ചാനലിൽ നിന്ന് വരെ തട്ടിയെടുത്തിരിക്കുന്നു 1 സമ്മാനം. ആ നരുന്ത് പെണ്ണിനെ തീർക്കാൻ ജഗന്നാഥനും മായയ്ക്കും പിറകെ അരുന്ധതിയും വിസ്മയയുമുണ്ട്. കാളകൂട വിഷമായ ഐശ്വര്യയുമുണ്ട്. എന്നിട്ടും അവളെ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പോക്ക് പോയാൽ എനിക്ക് മറ്റൊരു സംശയം കൂടി ബലപ്പെടുകയാണ് ജഗൻ. എന്ത് സംശയം? വസുന്ധരയും അവളെ അംഗീകരിക്കുമോ എന്ന്. ഹേയ്, നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. കറുത്ത നിറത്തെ ചെകുത്താൻ എന്ന ഭീകരതയോടെ കാണുന്ന വസുന്ധര ആ ശ്യാമയെ അംഗീകരിക്കുന്നു. അതിന് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്കസ്തമിക്കണം. അങ്ങനെയല്ല ജഗൻ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആനന്ദ നിലയത്തിൽ ഐശ്വര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അവളെ സ്നേഹിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അവളെ ഇഷ്ടവുമാണ്. ആ വർമ്മയ്ക്കാണെങ്കിൽ അവൾ മാനസപുത്രിയാണ്. ആദിക്കും അരുണിനും അമൃതിക്കും അവൾ പൊന്നോമനയായ ഒരു അനിയത്തി കൂടിയാണ്. ഓളപ്പരപ്പിലെ ഓളങ്ങളെ പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുവെങ്കിലും ആ ലളിതാംബിക അപ്പച്ചിക്കും മനസ്സുകൊണ്ട് ശ്യാമയെ ഇഷ്ടമാ. കാര്യങ്ങളെല്ലാം ഇങ്ങനെ ശ്യാമയ്ക്ക് അനുകൂലമായാൽ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ വസുന്ധര ശ്യാമയെ അംഗീകരിക്കില്ലെന്ന എന്റെ ഒരു പേടി. കാലാവസ്ഥ മാറി വന്നാൽ കാറ്റ് ഏത് വശത്തേക്കും മാറി വീശാം. മായ പറയുന്നതിലും കാര്യമുണ്ട്. ആ ശ്യാമയാണ്
അഖിലിന്റെ ശക്തിയും അവന്റെ ദൗർബല്യവും. ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അഖിൽ ആകെ തകർന്നു പോകും, അത് ഉറപ്പാണ്. അഖിൽ തകർന്നാൽ വസുന്ധരയും തകരും. പുന്നാരപുത്രനല്ലേ. അപ്പോ വസുന്ധരയെ വീഴ്ത്തണമെങ്കിൽ ഒരിക്കൽ കൂടി ശ്യാമയിൽ നിന്നും ആരംഭിച്ചേ പറ്റൂ. ഇനി അതാകണം നമ്മുടെ ലക്ഷ്യം. ശ്യാമയും അഖിലും. രക്തം കണ്ടുകൊണ്ടുള്ള കളി ജഗന്നാഥന് ലഹരിയ, യുദ്ധലഹരി. ചോര തെറിച്ചാലേ വസുന്ധരയെ നമുക്ക് കരയിക്കാൻ പറ്റൂ. ഇനി അങ്ങോട്ട് ജഗന്നാഥൻ യുദ്ധമുറകളൊക്കെ ഒന്ന് മാറ്റുകയാണ്. പിന്നിൽ നിന്ന് കുത്തിയിട്ടാണെങ്കിലും ഈ അംഗത്തിൽ ജഗന്നാഥനും മായയും ജയിക്കണം. ആത്യന്തികമായ വിജയം നമുക്ക് തന്നെയാണ് മായേ, നീ സംശയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ അഷ്ടപതി പാടുന്ന കേട്ട് എല്ലാവരും ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാങ്ങളെ. എന്റെ അച്ഛനൊരു വലിയ കലാകാരനാ, പഞ്ചപാവമാ. മോളുടെ മനസ്സിൽ അച്ഛൻ നിറയുള്ളതുപോലെ അച്ഛന്റെ മനസ്സിലും മോൾ അതേപോലെ ഉണ്ടാകും. വിഷമിക്കരുത്. നല്ല സമയം. ഞാൻ പ്രസാദമായിട്ട് കയറി വന്നു, സാറ് കുളി കഴിഞ്ഞു വന്നു. അല്ല, ഇതെവിടുന്നാ ഇപ്പൊ ഈ പ്രസാദം? താൻ ക്ഷേത്രത്തിലൊന്നും പോയില്ലല്ലോ. ഇതേ ആ സെക്യൂരിറ്റി അങ്കിള് തന്നതാ. പോണാട്ടുകാവിലെ പ്രസാദാ. ആ, എന്റെ അച്ഛൻ സ്ഥിരം പോകുന്ന അമ്പല ഈ പോണാട്ടുകാവ്. ഭദ്രകാളിയും ദുർഗാദേവിയും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്ര. വിശേഷം അവിടുത്തെ ഈ പൂജയും പ്രസാദമൊക്കെ. വിളിച്ചാ വിളിപ്പുറത്ത് അവിടുത്തെ അമ്മമാര് സാക്ഷാൽ വരദായിനികളാ. പെട്ടെന്ന് എന്റെ മനസ്സിന് ഒരു വല്ലാത്ത സന്തോഷം, നെറ്റിക്ക് നല്ല കുളിര്, മനസ്സിനൊരു തെളിച്ചവും വെളിച്ചവും ഒക്കെ. ദേവിമാരുടെ അനുഗ്രഹ കണ്ടോ എത്ര പെട്ടെന്ന് അനുഭവം കിട്ടുന്നെന്ന്. ആ, ദേവിമാരുടെ അനുഗ്രഹത്തോടെ കിട്ടിയ പ്രസാദം ഈ ദേവിയുടെ വിരല് കൊണ്ട് നെറ്റിയിലിട്ടപ്പോഴല്ലേ ഇത്ര തണുത്തത്. ഞാൻ ദേവിയല്ല. എന്റെ വിരലുകൊണ്ട് തൊട്ട തണുപ്പ് വരത്തുമില്ല. ചന്ദനത്തിന് നല്ല തണുപ്പുണ്ട്. മാത്രമല്ല അത് പ്രസാദത്തിന്റെ ശക്തിയാ. പ്രസാദത്തിന് ശക്തി ഉണ്ടോ? സമ്മതിച്ചു. പക്ഷേ അതിലേറെ ശക്തിയാ എന്റെ ശ്യാമയ്ക്ക്. കളിയാക്കാതെ സർ. കളിയാക്കിയതല്ലടോ, ഞാൻ സത്യ പറയുന്നത്. താൻ അടുത്ത് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം ധൈര്യമാ. ആദ്യമായി തന്നെ കണ്ടപ്പോഴും ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി താലി കെട്ടുമ്പോഴും ഇത്രയൊന്നും ഞാൻ കരുതിയിരുന്നില്ല ശ്യാമേ. താൻ എന്റേതായിരുന്നെന്നും നമ്മൾ രണ്ടുപേരും മാത്രമാണ് നമ്മുടെ ലോകമെന്നും അന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നീടാ ഞാൻ തിരിച്ചറിഞ്ഞ് എന്റെ ആത്മാവിന്റെ കുളിരാകുന്ന ചന്ദനമാണ് എന്റെ ശ്യാമയെന്ന്.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.